50 രാജ്യങ്ങൾ മാറ്റുരയ്ക്കുന്ന അറബിക് റീഡിംഗ് ചാലഞ്ചിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി മലയാളി വിദ്യാർത്ഥി. മലപ്പുറം വാണിയമ്പലം സ്വദേശി മുഹമ്മദ് സാബിത്താണ് 3 കോടി കുട്ടികൾ മാറ്റുരച്ച മത്സരത്തിന്റെ ഫൈനലിലെത്തിയത്. അറബി മാതൃഭാഷയല്ലാതെ ഫൈനലിൽ ഇടം നേടിയ 2 പേരിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് സാബിത്ത്. ദുബൈയിൽ നടക്കുന്ന ചാലഞ്ചിന്റെ അവസാനഘട്ട ജേതാക്കളെ നാളെ ദുബൈ ഭരണാധികാരി പ്രഖ്യാപിക്കും. ദുബൈയിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ദുബൈ ഭരണാധികാരിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അറബിക് റീഡിംഗ് ചലഞ്ചിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്നത് ഇത്തവണ മലയാളിയാണ്. മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് സാബിത്ത്. ഇന്ത്യയിൽ 1ാം സ്ഥാനം നേടിയാണ് ഇപ്പോൾ മുഹമ്മദ് സാബിത്ത് ദുബൈയിൽ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ഫൈനൽ റൗണ്ടിന് വേണ്ടിയിട്ട് 50 രാജ്യങ്ങളിൽ നിന്നുള്ള 3 കോടി വിദ്യാർത്ഥികളാണ് അറബി പരിജ്ഞാനം മാറ്റുരയ്ക്കുന്ന ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികളെ മറികടന്ന് മലപ്പുറത്തെ മഹദീൻ അക്കാദമിയിൽ പഠിക്കുന്ന സാബിത്ത് ഇപ്പോൾ ദുബൈയിൽ എത്തിയിരിക്കുകയാണ്. എത്രമാത്രം കടുത്തതായിരുന്നു ഇന്ത്യയിലെ മത്സരം? ഇന്ത്യയിലെ മത്സരം 14,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള മത്സരം. ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ നമുക്ക് പഠിച്ചുണ്ടാക്കിയ അറബിയാണല്ലോ നമ്മൾ. അപ്പൊ അവരെ സംസാരം നമുക്ക് ലഹജ ആയിരിക്കും. പച്ച മലയാളം പറയണമാതിരി പച്ച അറബിക്കാണ് ഉണ്ടാവുക. ക്ലാസിക്കൽ അറബി ആയിരിക്കും. നമ്മളതാണെങ്കിൽ ഈ ഫസിഹായ ഭാഷയായിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് പാടായിരിക്കും ആദ്യം. പിന്നെ അവർക്ക് തന്നെ അത്ഭുതമായിരിക്കും. ഇന്ത്യക്കാർ അറബി സംസാരിക്കാന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കും. അതും ഫസിഹായ അറബി എന്ന് പറയുമ്പോൾ അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതിൽ കിട്ടി. ഇൻഷാ അല്ലാഹ് അവിടെ ഇമാറാത്തിൽ എത്തിയിരിക്കുകയാണ്. ഫൈനൽ റൗണ്ടിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് സാബിത്താണ്. എന്താണ് പ്രതീക്ഷകൾ? ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇന്നലെ രാവിലെ ആയിരുന്നു ഈ മത്സരം ഉണ്ടായിരുന്നത്. ജാലിയത്തിന്റെ ഇന്റർവ്യൂ ഇന്നലെ രാവിലെ കഴിഞ്ഞു. അതിൽ 50-ലധികം വിദ്യാർത്ഥികൾ, രാജ്യത്തിന്റെ വിദ്യാർത്ഥികൾ. അതിൽ നിന്ന് ഞാനും ഒരു ഇന്തോനേഷ്യക്കാരനുമായിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഈ പഠിച്ച് ക്ലാസിക്കൽ അറബി അല്ലാതെ അറബി ഉണ്ടല്ലോ അത് സംസാരിച്ച് ഇന്റർവ്യൂ പങ്കെടുത്തത്. ബാക്കിയുള്ളവരെല്ലാം ഈ ഇസ്രായേലിൽ നിന്നുള്ളവരാണെങ്കിലും ഒക്കെ ഇപ്പം നിലവിൽ സ്വിറ്റ്സർലാൻഡിലും അമേരിക്കയിലും ഒക്കെ കാരണം അവർ ഒപ്പാണ് മത്സരിക്കണ്ടായിരുന്നത്. അതായത് അറബി മാതൃഭാഷ അല്ലാത്ത 2 പേരെ ഇതിൽ മത്സരിക്കുന്നുള്ളൂ. അതെ, അറബി മാതൃഭാഷ അല്ലാത്ത 2 പേര് മാത്രം മത്സരിക്കുന്നു. ബാക്കിയുള്ള 50-ൽ ബാക്കിയുള്ളവർ മുഴുവൻ അറബി മാതൃഭാഷയായവരാണ്. ഈ ജാലിയാത്ത് എന്ന് പറയുന്ന അറബി മാതൃഭാഷ അല്ലാത്തവർക്കുള്ളതിലുണ്ടല്ലോ അതിൽ മത്സരിക്കുന്നത് വേറെ തന്നെയാണ്. ഇപ്പൊ ഇതൊരു റീഡിംഗ് ചലഞ്ച് ആണല്ലോ. അതിൽ എത്ര പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം ഇതിൽ വരാൻ? ഇതിൽ പങ്കെടുക്കാൻ ഇവർ വെക്കുന്ന ടാർഗറ്റ് 25 പുസ്തകം റെഫർ ചെയ്ത് വായിച്ചിട്ട് അതിന്റെ റിവ്യൂ അവർക്ക് അയച്ചു കൊടുത്താൽ മതി. എന്നാലും നമ്മൾ ഇവർ ഇന്റർവ്യൂ അഭിമുഖീകരിക്കുമ്പോൾ ചോദിക്കും എത്രത്തോളം പുസ്തകം വായിച്ചിട്ടുണ്ടൊക്കെ. അപ്പോൾ ഞാൻ അവർ പറയാറ് അഥവാ അസലിയായിട്ട് തന്നെ 300-ലധികം പുസ്തകങ്ങൾ അറബിയിൽ വായിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അങ്ങനെ പറയും, യഥാർത്ഥത്തിൽ പറയും. അപ്പോഴാണ് അവർക്ക് ഇതിനുള്ള മാർക്കൊക്കെ കൂടുന്നത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് 25 പുസ്തകങ്ങൾ മാത്രമാണ്. ഓക്കെ. മലപ്പുറത്ത് എവിടെയാണ് ശരിക്കും വീട്? മലപ്പുറത്ത് വാണിയമ്പലം, വണ്ടൂർ വാണിയമ്പലം അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ. മഹദീനിൽ എന്താണ് പഠിക്കുന്നത്? എന്തൊക്കെ കോഴ്സാണ് ചെയ്യുന്നത്? മഹദീൻ നിലവിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നു. 8ാം ക്ലാസ്സിലേക്ക് അവിടെ ജോയിൻ ചെയ്തു. അവിടെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ. അഥവാ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. ലോക്ക്ഡൗണൊക്കെ ആയ സമയത്ത് ആകെ പോയ അവസ്ഥയിലായിരുന്നു. പിന്നെ അവിടെ ഇൽത്തിഹാഖ് ചെയ്തതിനു ശേഷമാണ് തൗഫീഖല്ല പഠിക്കാനുള്ള ഒരു ഉന്മേഷമൊക്കെ വന്നു. അങ്ങനെ 10 ++ആയി, +1 ++ആയി. ഇനി +2 എഴുതിക്കൊണ്ടിരിക്കാൻ നിൽക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് അല്ലേ? അതെ, നാളെ റിസൾട്ട് വരും. തസ്വിയത്തിന് ഹായ് ഫൈനൽ മത്സരത്തിന്റെ റിസൾട്ട് നാളെ വരും. പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാം. ഇന്ത്യയിൽ നടന്ന മത്സരത്തിൽ 2ാം സ്ഥാനം കിട്ടിയ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പേരൊന്ന് പറയാമോ? പേര് നാസിഹ് മുഹയ്യിദ്ദീൻ. ഓക്കെ. ഇപ്പോൾ 2ാം സ്ഥാനക്കാരനും ഇവിടെ വന്ന് ഇതൊക്കെ കാണാനും ഒക്കെ ഉള്ള അവസരം ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ അടുത്ത വർഷം 1ാം സ്ഥാനക്കാരനായിട്ട് UAE എത്തുമായിരിക്കും. എത്ര പേരാണ് അവിടെ നിന്ന് ഇപ്പൊ മത്സരിച്ചവരിൽ നിന്ന് ഇവിടെ ഇത് കാണാനൊക്കെ ആയിട്ട് എത്താൻ കഴിയുക? ആദ്യം 3 സ്ഥാനക്കാർക്കാണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. 3ാം സ്ഥാനം കിട്ടിയ ആള് എത്തിയിട്ടില്ലേ? എത്തിയിട്ടുണ്ട്. വേറൊരു ഹോട്ടലിലാണ് അവർ വന്നിട്ടുള്ളത്. അതൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ? പെൺകുട്ടിയാണ്. ഡൽഹിയിൽ. ഇന്ത്യക്കാരിയല്ല. സൗദി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എല്ലാ വർഷവും മദീനയിൽ നിന്നുള്ള കുട്ടികളാണോ ഇവിടെ എത്താറുള്ളത്? അല്ല, ഇതൊരു പബ്ലിക് പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പങ്കെടുക്കാം. അങ്ങനെ ഈ പ്രാവശ്യം തന്നെ ഇന്ത്യയിൽ നിന്ന് കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 14,000 വിദ്യാർത്ഥികൾ 70 സ്കൂളുകളിൽ നിന്നായി 14,000 വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുണ്ട്.
അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇന്ത്യ തലത്തിൽ 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികൾക്കാണ് ഇവിടെ വരാനും അതിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് ഇവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരാനുള്ളത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും കാത്തിരിക്കാം. അക്ഷയ് പേരാവൂരിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്.